നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല മഴയാണ്. അപ്പോൾ കറണ്ടില്ലാത്തത് കൊണ്ട് നമ്മുടെ ബാറ്ററിയിലാണ് ഇതുവരെ റൺ ചെയ്തത്. പക്ഷേ ബാറ്ററി ലോ ആയി. ഒരു മാർഗവുമില്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അതങ്ങ് പറയാമെന്ന് കരുതിയതാണ്. ഇനി കാത്തിരുന്ന സമയം വൈകിപ്പോവും. സംഗതി മറ്റൊന്നുമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസർ വിടുമെന്ന് ഇന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വരും. ഫെർണാണ്ടോ ഹിയറോ അത് പ്രഖ്യാപിക്കും എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഹോസെ ഫെലിക്സ് ഡയസ് ആണ്. അദ്ദേഹം മാർക്കയുടെ ജേർണലിസ്റ്റാണ്. മാർക്ക് വലിയ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത കൊടുക്കുന്നു. ബട്ട് എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. ഇപ്പോൾ ഹോസെ ഫെലിക്സ് ഡയസിൻ്റെ വാർത്തകളും അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ കൺവിൻസ്ഡ് ആണ്, അദ്ദേഹം കോൺഫിഡൻ്റ് ആണ്. ഈ വാർത്ത സത്യമാണ്, ശരിയാണെന്നുള്ളത് അദ്ദേഹം കോൺഫിഡൻ്റ് ആണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി പോയി പോകും. ആ കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വിടുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്നൊക്കെ പറയുമ്പോൾ അത് വേൾഡ് വൈഡ് ന്യൂസാണ്. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽ ഹിലാലോ അൽ ഇത്തിഹാദോ കിരീടം ചൂടി എന്നുള്ള വാർത്തയുണ്ടല്ലോ, അതിനേക്കാൾ പ്രാധാന്യത്തിൽ ഈ വാർത്ത പോകും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർത്ത പറയുമ്പോൾ നമ്മളിത് ഓൺ ചെയ്യുന്നില്ല. ഹോസെ ഫെലിക്സ് ഡയസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് ക്ലബ്ബ് വിടുന്നതായിട്ട് ഫെർണാണ്ടോ ഹിയറോ അനൗൺസ് ചെയ്യുമെന്ന്. അപ്പോൾ നോക്കാം വാർത്തയിൽ പറഞ്ഞത്. ഫെർണാണ്ടോ ഹിയറോ വിൽ അനൗൺസ് ദി ഡിപ്പാർച്ചർ ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രം അൽ നസർ ടുഡേ ഇൻ എ പ്രസ് കോൺഫറൻസ് എന്നാണ് പറയുന്നത്. ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഫെർണാണ്ടോ ഹിയറോ അനൗൺസ് ചെയ്യും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ വിട്ടു പോകുന്ന കാര്യം എന്ന്. എന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുവരെ അടുത്ത ക്ലബ്ബ് ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. റൊണാൾഡോക്ക് മുന്നിൽ ഡിഫറെൻറ്റ് ഓഫേഴ്സ് ഉണ്ട്. അത് ഇതുവരെ അദ്ദേഹം ഫൈനൽ ഡിസിഷൻ ആക്കിയിട്ടില്ല എന്നുകൂടി ഹോസെ ഫെലിക്സ് ഡയസ് റിപ്പോർട്ട് ചെയ്യുന്നു. സംശയങ്ങൾ പക്ഷേ എനിക്കിപ്പോഴും മാറിയിട്ടില്ല. ഫെർണാണ്ടോ ഹിയറോ പെട്ടെന്നൊക്കെ അങ്ങനെ വന്നിട്ടൊരു പ്രസ് കോൺഫറൻസ് ഒക്കെ വിളിച്ചിട്ട് അങ്ങ് പ്രഖ്യാപിക്കും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഈ വാർത്ത ഇന്ന് വന്നില്ലെങ്കിൽ ഹോസെ ഫെലിക്സ് ഡയസ് നമ്മൾ വിശ്വസിക്കുന്ന ജേർണലിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി വെള്ളത്തിലാവും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ബെൻ ജേക്കബ്സിന്റെ റിപ്പോർട്ട് കൂടി നമ്മൾ നോക്കിയാണ്. ബെൻ ജേക്കബ്സ് പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. ദർ റിമൈൻസ് എ ചാൻസ് ഹി ഫീച്ചേഴ്സ് ഇൻ ദി ക്ലബ്ബ് വേൾഡ് കപ്പ്. അൽ നസർ അദ്ദേഹത്തിന് മുന്നിൽ റിന്യൂവൽ ഓഫർ വെച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലബ് സോഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു ക്രിപ്റ്റിക് ആയിട്ടുള്ള പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, എൻഡ് ഓഫ് ചാപ്റ്റർ, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഗുഡ് ബൈ മെസ്സേജ് ഒന്നുമല്ല. അത് സീസൺ അവസാനിച്ചു എന്നുള്ളത് മാത്രമാണ് അർത്ഥമാക്കുന്നത് എന്നാണ് ക്ലബ് സോഴ്സസ് പറയുന്നത്. എന്തായാലും സീനിയർ സൗദി എക്സിക്യൂട്ടീവ്സ് അൽ ഹിലാലിലേക്ക് ഒരു ഷോർട്ട് ടേമിലേക്ക് കോൺട്രാക്ട് വെച്ചുകൊണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിപ്പിക്കാൻ ക്രിസ്ത്യാനോയെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുകൂടി ബെൻ ജേക്കബ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അൽ ഹിലാലിന്റെ CEO നേരത്തെ ഇതൊരു സയൻസ് ഫിക്ഷൻ എന്ന രൂപത്തിൽ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും അൽ ഹിലാലിന് വിക്ടർ ഒസിംഹനെ ടീമിലേക്ക് എത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട്. റൊണാൾഡോയുടെ പേര് ചില മിനിസ്ട്രി എക്സിക്യൂട്ടീവ്സ് അതിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുകൂടി ബെൻ ജേക്കബ്സ് പറഞ്ഞു. ആ വാക്കുകൾ നോക്കണം. ഹിലാൽ വാണ്ട് വിക്ടർ ഒസിംഹൻ ബട്ട് റൊണാൾഡോ ഈസ് എ നെയിം സം മിനിസ്ട്രി എക്സിക്യൂട്ടീവ്സ് ആർ ഇൻ ഫേവർ ഓഫ് ഈവൺ ഇഫ് ജസ്റ്റ് ഫോർ ദി സമ്മർ. അതായത് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിനെങ്കിലും CR7 അവിടെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മിനിസ്ട്രി എക്സിക്യൂട്ടീവ്സ് ഉണ്ട് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ റൊണാൾഡോ ഈ ഒരു അൽ ഹിലാൽ മൂവിലേക്ക് ഓപ്പൺ ആണോ എന്നത് ക്ലിയർ അല്ല എന്നുകൂടി, അൺക്ലിയർ ഇഫ് റൊണാൾഡോ ഈസ് ഓപ്പൺ ടു അൽ ഹിലാൽ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ജിയാനി ഇൻഫാന്റിനോ നോൺ സൗദി ക്ലബ്ബുകളെ പോലും എൻകറേജ് ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. റൊണാൾഡോ എന്തായാലും അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ തീരുമാനിക്കുമെന്നാണ് ബെൻ ജേക്കബ്സ് പറയുന്നത്. ഏതായാലും സംഗതി ആകെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്. ഹോസെ ഫെലിക്സ് പറയുന്ന അനുസരിച്ച് ഡയസ് പറയുന്ന അനുസരിച്ച് ഇന്നിപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമെന്നാണ് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.